Once again, all of you, welcome back to my YouTube channel. My name is Adira. Today, we are going to discuss about the first chapter of CBSE Class 7. Our chapter name is Acid, Bases and Salt. അപ്പം നമ്മുടെ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്നതാണ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. അപ്പം 7th തൊട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, സയൻസിനെ CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ 7th തൊട്ടാണ് സയൻസിനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 7th കുഞ്ഞുങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ചാപ്റ്റേഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്, അപ്പം മൂന്ന് വസ്തുക്കളാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നത്, വിശദമായി പഠിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാൻ പറയാം, നിങ്ങൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ പറയുന്നത് ലെമൺ. ഓക്കെ, ലെമൺ. സെക്കൻഡ് ടാമറിൻഡ്. തേർഡ് ഷുഗർ. ഫോർത്ത് സാൾട്ട്. ഓക്കെ, ദെൻ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കൺസിഡർ ചെയ്യുക. അപ്പം ലെമൺ അറിയാം ഏകദേശം എന്ത് രുചിയാണ്, പുളി രുചിയാണ്. ടാമറിൻഡിന് പുളി രുചിയാണ്. ഷുഗറിന് എന്താ ടേസ്റ്റ്, സ്വീറ്റ് ആണ്. സാൾട്ടിന് സാൾട്ടി ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതിന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് എല്ലാത്തിനും എന്തല്ല, ഒരേ ടേസ്റ്റ് അല്ല. ഓരോ വസ്തുക്കൾക്കും അവരുടെ ടേസ്റ്റ് എന്താവുന്നുണ്ട്, ഡിഫറൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിത്യവും കഴിക്കുന്ന ആഹാരം അല്ലെ. അപ്പൊ നമ്മൾ ഈ നിത്യവും കഴിക്കുന്ന ആഹാരത്തിനെല്ലാം എന്തല്ല, ഒരേ ടേസ്റ്റ് ഒന്നും അല്ല. അതിന് പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, ഉപ്പുള്ളതുണ്ട്, അതുകൂടാണ്ട് കാരം, നമുക്ക് കയ്പ് പോലെ തോന്നാൻ പല ടേസ്റ്റ് ഉള്ള വസ്തുക്കളാണ് നമ്മൾ നിത്യം എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഇതെല്ലാം പല പല ടേസ്റ്റുകൾ കാണിക്കുന്നത്, അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലെമണിന്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സോറാണ് അല്ലെങ്കിൽ പുളിരുചിയാണെന്ന് അറിയാം. എന്തുകൊണ്ടാണ് ലെമൺ പുളിരുചി കാണിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലെമൺ എന്ന് പറയുമ്പം അതിന് പുളിരുചിയാണ്, അല്ലെങ്കിൽ ടാമറിൻഡ് എന്ന് പറയുമ്പോൾ അതിന് പുളിരുചിയാണ്. ഇതൊക്കെ പുളിരുചി കാണിക്കാനുള്ള കാരണം അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, അതിന് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. അപ്പം വസ്തുക്കള് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അതിനെല്ലാം പുളിരുചി ഉണ്ടെങ്കിൽ പറയാം അതിനകത്ത് എന്തുണ്ട്, ആസിഡിന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ അടുത്തൊരു സംശയം, ഈ ആസിഡ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളിരുചിയാണ് എന്ന് കരുതി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ആസിഡ് ആണെന്ന്? ഇല്ല, അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് പുറകെ പറയാം. അപ്പം ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പുളിരുചി ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തിന്റെ പ്രസൻസ് ഉണ്ട്, ആസിഡിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ കെമിക്കൽ നേച്ചർ ഓഫ് ആസിഡ് എന്ന് പറയുന്നത് അസിഡിക് ആണ് കേട്ടോ. കെമിക്കൽ നേച്ചർ ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഇപ്പൊ സബ്സ്റ്റൻസ് പുളിരുചി കാണിക്കുന്നത് അതിനകത്ത് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. കെമിക്കൽ നേച്ചർ ഓഫ് ആസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കാം അല്ലെ, എല്ലാവരും വീട്ടിലുള്ള വസ്തുവാണല്ലോ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയ്ക്ക് പുളിരുചിയാണോ? അല്ല, അതിന് ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ പുളിരുചി അല്ലാണ്ട് പുതിയൊരു ടേസ്റ്റ് കാണിക്കുന്നെങ്കിൽ, പുളിരുചി ഇല്ലെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് എന്തില്ല, ആസിഡ് ഇല്ല. എന്നാൽ ബിറ്റർ ടേസ്റ്റ് കാണിക്കുന്നുണ്ട്, അപ്പൊ അതിനകത്ത് മറ്റേതോ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പം ഈ ബിറ്റർ ടേസ്റ്റ് കാണിക്കുന്നു. ഇനി നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഒരു മോയിസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നനച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സോപ്പി ഫീലൊക്കെ തോന്നും അല്ലെ. കാരണം അതിനകത്തൊരു കണ്ടന്റ് ഉള്ളത് ബേസ് ആണ്. ഓക്കെ, അപ്പൊ ബിറ്റർ ടേസ്റ്റ് കാണിക്കുന്നതും സോപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ബേസുകളുടെ കെമിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. കെമിക്കൽ നേച്ചർ ഓഫ് ബേസസ് ആർ basic. Then chemical nature of acids are acidic. Okay, the substances those have the sour taste because there is presence of acid. സബ്സ്റ്റൻസിന് സോർ ടേസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് എന്ത് കണ്ടന്റ് ഉണ്ട്, ആസിഡ് കണ്ടന്റ് ഉണ്ട്. ആസിഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോർ ആണ്. കെമിക്കൽ നേച്ചർ ഓഫ് ആസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. ഇനി ബേസസ് എന്ന് പറയുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞു, ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ടച്ച് ചെയ്യാൻ നമുക്ക് എന്ത് ഫീൽ തോന്നും, ഒരു സോപ്പി ഫീല് തോന്നും. അങ്ങനെയുള്ള വസ്തുക്കളെ എന്താന്ന് പറയുന്നത്, ബേസുകൾ എന്ന് പറയുന്നത്. ബേസിന്റെ കെമിക്കൽ നേച്ചർ എന്തുവാന്നാ പറഞ്ഞത്, ബേസിക്. ഓക്കെ, കെമിക്കൽ നേച്ചർ ഓഫ് ബേസ് എന്ന് പറഞ്ഞാല് ബേസിക്. അപ്പൊ എല്ലാ സബ്സ്റ്റൻസും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ബിറ്റർ ആണോ സോർ ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എല്ലാ കണ്ടീഷനും അത് പോസിബിൾ ഒന്നും അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ
പുതിയൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അത്തരം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് തന്നിരിക്കുന്ന വസ്തുവിൽ ആസിഡ് ഉണ്ടോ ബേസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. അപ്പം ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പൊ ഇൻഡിക്കേറ്റർ, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്തിനാ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് എന്ത് തിരിച്ചറിയണം നമ്മുടെ വണ്ടി ഇനി എങ്ങോട്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതാണ് എന്തിന്റെ പർപ്പസ്, വാഹനങ്ങളിൽ ഇൻഡിക്കേറ്ററിന്റെ പർപ്പസ്. ഇവിടെ ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന വസ്തു ആസിഡ് അല്ലെങ്കിൽ ബേസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അതിനകത്തുണ്ടോ എന്ന് അതിന്റെ കളർ ചേഞ്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ വെദർ എ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ബേസിക്. തന്നിരിക്കുന്നത് ആസിഡ് ആണോ അല്ലെങ്കിൽ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ എന്താന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലും ഉണ്ട് മാൻമെയ്ഡും ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ എന്താന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, മാൻമെയ്ഡ് ആണ്, അവരാണ് എന്ത് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ലിറ്റ്മസ് പറയാം, ടർമറിക് പറയാം, ചൈന റോസ് പെറ്റൽസ്. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലിറ്റ്മസ് ഉണ്ട്, ചൈന റോസ് പെറ്റൽസ് ഉണ്ട്, പിന്നെ എന്താണ് ടർമറിക്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ത്രൂ ദെയർ കളർ ചേഞ്ച്. അവരുടെ കളർ ചേഞ്ചിലൂടെയാണ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞ എന്താണ്, ലിറ്റ്മസ് സൊല്യൂഷൻ. ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ലൈക്കൺ എന്ന് പറയുന്ന വസ്തുവിനകത്ത് നിന്നാണ് കേട്ടോ. ലിറ്റ്മസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ലിറ്റ്മസ് എന്തിന് എക്സാമ്പിൾ ആണ്, ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ലിറ്റ്മസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ഈ ലിറ്റ്മസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ലൈക്കൺസ് എന്ന് പറയുന്ന നാച്ചുറൽ പ്ലാന്റ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ട് കളേഴ്സിൽ അതെന്താണ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഉണ്ട്, സെക്കൻഡ് എന്ന് പറയുന്നത് റെഡ്. ഓക്കെ, ബ്ലൂവും റെഡും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. പക്ഷേ നാച്ചുറൽ കളർ ഓഫ് ദിസ് ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പർപ്പിൾ കളർ ആണ് കേട്ടോ. ഡിസ്റ്റിൽഡ് വാട്ടറിലൊക്കെ അത് കാണിക്കുന്ന ഏകദേശം നിറം എന്ന് പറയുന്നതാണ് പർപ്പിൾ ആണ്. പക്ഷെ നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് നമ്മളത് ഏതൊക്കെ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്, റെഡും ബ്ലൂവും കളറിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ലൈക്കൺസിൽ നിന്നാണ്. അതിന്റെ നാച്ചുറൽ കളർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ അത് കാണിക്കുന്ന നിറം എന്ന് പറഞ്ഞാൽ പർപ്പിൾ ആണ്. ഇനി നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് കളറിലാണ്, അത് റെഡും ബ്ലൂ ആണ് കേട്ടോ, റെഡും ബ്ലൂ. ഇനി ഇതിന്റെ കളർ ചേഞ്ച് എന്താണെന്ന് അറിയണ്ടേ. ഇനി നമ്മൾ ഒരു അസിഡിക് മീഡിയം എടുത്തു, ബേസിക് മീഡിയം എടുത്തെന്ന് കരുതാം. ഒന്ന് എന്താണ് അസിഡിക് ആണ്, മറ്റൊന്ന് ബേസിക് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അസിഡിക് ഉണ്ട് ബേസിക് ഉണ്ട്. നമ്മൾ ഈ അസിഡിക്കിനകത്തോട്ട് റെഡ് ലിറ്റ്മസ് ഒഴിച്ചു എന്ന് കരുതുക, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ. ഈ ലിറ്റ്മസിനെ സംബന്ധിച്ച് സൊല്യൂഷൻ ഫോമിലും അവൈലബിൾ ആണ്, സ്ട്രിപ്സ് ഫോമിലും എന്താണ് അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് നമ്മളൊരു റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ അല്ലെങ്കിൽ റെഡ് ആയിട്ടുള്ള ലിറ്റ്മസിന്റെ സ്ട്രിപ്സ് ഈ ആസിഡിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ യാതൊരു കളർ ചേഞ്ചും കാണിക്കത്തില്ല. അതേസമയം നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ആസിഡിൽ ഒഴിച്ച് അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും, റെഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഒന്നും കൂടെ പറയാം, ആ ലിറ്റ്മസ് റെഡ് ആണ് നമ്മൾ ആസിഡിൽ ഒഴിക്കുന്നതെങ്കിൽ അവിടെ യാതൊരു കളർ ചേഞ്ചും ഇല്ല. അതേസമയം നമ്മൾ ബ്ലൂ ആണ് അതിനകത്ത് ഡിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴിക്കുന്നത് എങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്കപ്പം പറയാം, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വസ്തുക്കളാണ് എന്ത്, ആസിഡ്സ് എന്ന് പറയാം. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വസ്തുക്കളാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ബേസസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ബേസസിനകത്ത് നമ്മൾ ഇനി ബ്ലൂ ഒഴിച്ചു എന്ന് കരുതുക. ബേസിനകത്ത് നമ്മൾ എന്താ ഒഴിച്ചു, ബ്ലൂ ലിറ്റ്മസ് ഒഴിച്ചു എന്ന് കരുതുക. പക്ഷെ അപ്പൊ അവിടെ എന്തില്ല, യാതൊരു കളർ ചേഞ്ചും ഇല്ല. അതേസമയം നമ്മളൊരു റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ അല്ലെങ്കിൽ റെഡ് ആയിട്ടുള്ള ലിറ്റ്മസ് സ്ട്രിപ്പ് അതിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലൂ കളറിലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ആസിഡിനും ബേസിനും കളർ ചേഞ്ചിലൂടെ പറയാലോ. അപ്പം റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുവെങ്കിൽ അത് ബേസും, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുവെങ്കിൽ അത് ആസിഡും ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ലിറ്റ്മസിന്റെ കളർ ചേഞ്ചിനകത്ത് പറയാനുള്ളത്. അപ്പൊ ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. കാരണം അത് നമുക്ക് നമ്മുടെ നേച്ചറിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ലൈക്കൺസിൽ നിന്നാണ്. അതിന്റെ ഒറിജിനൽ നിറം എന്ന് പറയുന്നത് പർപ്പിൾ ആണ്. പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് റെഡും ബ്ലൂവും നിറത്തിലാണ്. റെഡിനെ ബ്ലൂ ആക്കുന്നുവെങ്കിൽ, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ചേഞ്ച് ചെയ്ത് ബ്ലൂ കളറിലേക്ക് മാറുന്നുവെങ്കിൽ ആ തന്നിരിക്കുന്ന വസ്തു ബേസിനെ കണ്ടക്ട് അല്ലെങ്കിൽ ബേസ് അതിനകത്ത് ഉണ്ട്. ഇനി
റെഡ് ബ്ലൂ ആവുകയാണെങ്കിൽ ബേസ് എന്ന് പറഞ്ഞു. അപ്പം ബ്ലൂ റെഡ് ആകുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? ആസിഡുകൾ ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ടർമറിക്. വീട്ടിലുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം ടർമറിക് അല്ലെ. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് മേഡ് ചെയ്യുന്നൊന്നല്ലല്ലോ ടർമറിക്, നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ ടർമറിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പം ഇതിന്റെ നാച്ചുറൽ നിറം എന്തോ യെല്ലോ ആണല്ലോ. ഈ യെല്ലോ കളേർഡ് ആയിട്ടുള്ള ടർമറിക്കിന്റെ പേസ്റ്റോ സൊല്യൂഷനോ നമ്മൾ ആസിഡിൽ ഒഴിച്ചാൽ യാതൊരു കളർ ചേഞ്ചും ഇല്ല. ടർമറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അപ്പൊ ടർമറിക്കിന് ഓൾറെഡി എന്ത് കളറാണ്? യെല്ലോ നിറമാണ്. ടർമറിക് പ്ലസ് ആസിഡ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല? കളർ ചേഞ്ച് ഇല്ല. കാരണം ടർമറിക്കിന്റെ നാച്ചുറൽ നിറം യെല്ലോ ആണ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അത് എന്തിൽ തന്നെ നിൽക്കും? യെല്ലോ നിറത്തിൽ തന്നെ നിൽക്കും. ഇനി ഈ യെല്ലോ നിറത്തിലുള്ള ടർമറിക്ക് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാം ആഹാരം കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു അംശം നമ്മുടെ തുണിയിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് സോപ്പ് ഇട്ട് ഒന്ന് ഉരച്ച് കഴുകുകയാണെന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു റെഡിഷ് ബ്രൗണിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം സോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനെ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് അറിയാം? അതിനകത്ത് ബേസ് ഉണ്ട്. അപ്പം ടർമറിക് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഇതിന്റെ സ്റ്റെയിൻ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് റെഡിഷ് ബ്രൗണിലേക്ക് മാറി എന്ന് വെച്ചാൽ ടർമറിക്കും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കളറാണ് വരുന്നത്? റെഡിഷ് ബ്രൗൺ കളറാണ് കാണിക്കുന്നത്. അപ്പം ടർമറിക്കും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കളർ എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ ആണ്. അപ്പം രണ്ടാമത്തെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. അപ്പൊ ഇനി അടുത്ത ഇൻഡിക്കേറ്റർ ആണ് ചൈന റോസ് പെറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഇൻഡിക്കേറ്റർ ആണ് ചൈന റോസ് പെറ്റൽസ് എന്ന് പറയുന്നത്. ചൈന റോസ് പെറ്റൽസിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? വാം വാട്ടറിലിട്ട് അതിനകത്തുനിന്ന് ആ നിറം നമുക്ക് എന്ത് ചെയ്യണം? എടുക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസിഡിലോട്ടും ബേസിലോട്ടും പോറ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആസിഡിലോട്ട് ഈ ചൈന റോസ് പെറ്റൽസിന്റെ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മജന്ത നിറത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട്. ഡാർക്ക് പിങ്ക് അതർവൈസ് മജന്ത എന്നാണ് പറയുന്നത്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ചൈന റോസ് പെറ്റൽസ്, ഓക്കെ, ചൈന റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ചൈന റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ചൈന റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ഇതിന്റെ സൊല്യൂഷൻ അതിനെ നമ്മൾ വാം വാട്ടറിൽ ഇട്ടിട്ടാണ് അതിന്റെ സൊല്യൂഷൻ എടുക്കുന്നത്. ആ സൊല്യൂഷൻ ആസിഡിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ ഡാർക്ക് പിങ്ക് അതർവൈസ് മജന്ത കേട്ടോ. ആ രണ്ട് പോസിബിലിറ്റീസ് പറയുന്നുണ്ട്. ചൈന റോസ് പെറ്റൽ സൊല്യൂഷനും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കളറാണ് പറയുന്നത്? ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ പറയുന്നത് മജന്ത. ഓക്കെ, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ പറയുന്ന നിറമാണ് മജന്ത എന്ന് പറയുന്നത്. ഇനി ഇത് ബേസുമായിട്ട് എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം. ചൈന റോസിന്റെ സൊല്യൂഷൻ ബേസിൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് ഗ്രീൻ നിറത്തിലേക്കാണ് എന്ത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ബേസുമായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ കിട്ടുന്ന നിറം എന്താണ്? ഗ്രീൻ. അപ്പം ഇവിടെ എല്ലാം നമുക്ക് കൺഫേം ചെയ്യാം. ത്രൂ ദെയർ കളർ ചേഞ്ച് വി ക്യാൻ ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് ആസിഡ് ആൻഡ് വിച്ച് വൺ ഈസ് ബേസ് അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ആൻ ആസിഡ് ഓർ ബേസ്, വെദർ വിച്ച് വൺ ഈസ് ആസിഡ് ഓർ ബേസ്. തന്നിരിക്കുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് നാച്ചുറലും ഉണ്ട് സിന്തറ്റിക്കും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. നാച്ചുറൽ മീൻസ് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ നേച്ചറിൽ നിന്നാണ്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞതെന്ന് വെച്ചാൽ ലിറ്റ്മസ് പറഞ്ഞു, ടർമറിക് പറഞ്ഞു, ചൈന റോസ് പെറ്റൽസ് പറഞ്ഞു. ആസിഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സോ ടേസ്റ്റ് ഉള്ളതും അതിന്റെ കെമിക്കൽ നേച്ചർ എന്താണ്? അസിഡിക്കുമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്താന്ന് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. ബിറ്റർ ടേസ്റ്റും സോപ്പി, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ സോപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന വസ്തുക്കളെ ബേസ് എന്ന് പറയുന്നു. അവരുടെ നേച്ചർ എന്ന് പറയുന്നത് ബേസിക് ആണ്. ഇനി ഇത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് എല്ലാ കണ്ടീഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടേസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കത്തില്ല. അത്തരം ഒരു സിറ്റുവേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വസ്തുവാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ത്രൂ ദെയർ കളർ ചേഞ്ച് ആണ് നമുക്കത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പൊ ടർമറിക്, ലിറ്റ്മസ്, ചൈന റോസ് പെറ്റൽസ് ഇത് മൂന്നും നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ത്രൂ ദെയർ കളർ ചേഞ്ച്, അവരുടെ കളർ വേരി ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിൽ കാണിക്കുന്ന നിറമായിരിക്കത്തില്ല, ബേസിക് മീഡിയത്തിൽ കാണിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. ചൈന റോസ് പെറ്റൽസ് നമ്മൾ ലിറ്റ്മസ് സൊല്യൂഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ലൈക്കൺ എന്ന് പറഞ്ഞ നിറത്തിൽ നിന്നാണ്. അതിന്റെ ഒരു ഒറിജിനൽ നിറം എന്ന് പറയുമ്പോൾ പർപ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലൂവും അതേപോലെ റെഡും ആണ്.
ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ബേസുമാണ് എന്ന് പഠിച്ചു വെക്കുക. ഇനി ടർമറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ യാതൊരു കളർ ചേഞ്ചും ഇല്ല. ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് റെഡിഷ് ബ്രൗണിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ചൈന റോസ് പെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത എന്ന നിറത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഗ്രീൻ നിറത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിക്കുക. വലിയ പാടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.